മാസം അവസാനമാകുമ്പോൾ നമ്മളെ വീട്ടിലെ കാപ്പി എന്ന് പറഞ്ഞാൽ ഒന്നേ കൊഴുക്കട്ടയായിരിക്കും അല്ലെങ്കിൽ പുട്ടായിരിക്കും. കാരണം ഉഴുന്നോ അതും ഇതൊക്കെ വാങ്ങിച്ചു വെച്ചതൊക്കെ തീർന്നു. അത് തന്നെ കാരണം. റേഷൻ്റെ മട്ടയരി നല്ല തിളച്ച വെള്ളത്തിൽ തലേദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് അങ്ങോട്ട് അരയ്ക്കുക കുഴക്കട്ടയ്ക്ക്. ഇതാണ്ട് അതിലേക്ക് മധുരം വയ്ക്കാത്ത കുഴക്കട്ട ആയതുകൊണ്ട് കുറച്ച് ജീരകവും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കുക. കുറച്ച് വെള്ളം ചേർത്ത് വേണം കേട്ടോ അരയ്ക്കാൻ. വെള്ളം കൂടി പോകരുത്, കാരണം നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടതെന്ന്. പിന്നെ മാവ് അരച്ച് അവസാനമാണ് ജീരകവും ഉപ്പും കൂടെ അരയ്ക്കേണ്ടത്, ആദ്യമല്ല. എന്നിട്ട് അതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് അങ്ങ് കുഴച്ചെടുക്കുക. പിന്നെ ഇതേ മാവിൽ തന്നെ മധുരം വെച്ച കുഴക്കട്ടയുടെ ഒരു ലോങ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കാം കേട്ടോ. മുഴുവൻ കുഴക്കട്ടയും ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ദാണ്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റാം. 15 മിനിറ്റിന് ശേഷം നമുക്കതങ്ങ് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ഒരു ഈർക്കിൽ വെച്ച് ഏതെങ്കിലും ഒരു കുഴക്കട്ടയെ കുത്തി നോക്കണം. വെന്ത് 15 മിനിറ്റ് മതി വേവാൻ. എന്നാലും നമ്മളെ നാട്ടിൽ നടപ്പല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യത്തന്നേ ഉള്ളൂ. കാപ്പി എന്തോ ആയിക്കൊള്ളട്ടെ, കട്ടൻ ചായ വിട്ട ഒരു കളിയുമില്ല.